ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ചാരി ട്രാവൽ വേൾഡ്. ഇന്ന് രാവിലെ കോട്ടയത്തേക്ക് പോവുകയാണ്. കോട്ടയത്ത് ഒരു മനോഹരമായ കാഴ്ചയുണ്ട്, ആമ്പൽപ്പൂ പാടം. അത് കാണാനായിട്ട് നമ്മൾ കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കൽ സൺസെറ്റ് വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. അവിടെ ആമ്പൽപ്പൂ ധാരാളമായിട്ടുണ്ട്. അപ്പം ഫേസ്ബുക്കിലൂടെയും ടിക്ടോക്കിലൂടെയൊക്കെ അനേകർ അതിന്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരക്കി നോക്കിയപ്പോൾ ആമ്പൽപ്പൂ ഈ ആഴ്ച കൊണ്ടത് തീരും. അപ്പോൾ കൃഷി ഇറക്കാനുള്ള പദ്ധതിയാണ്. അപ്പോൾ വേഗത്തിൽ പോയി ആമ്പൽപ്പൂവിന്റെ വീഡിയോ നിങ്ങളെ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം രാവിലെ സമയം 6 മണി ആയതേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് പോകാം. ഓക്കെ. കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലത്തുനിന്നും ആറ്റുവാനത്തുനിന്നും തിരുവല്ലയിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾ നാട്ടകം വന്നിട്ട് ലെഫ്റ്റ് പോവുക. ലെഫ്റ്റ് ഒരു സിമെൻറ്റ് റോഡാണ്. ഇവിടെ നിങ്ങൾക്കൊരു ആർച്ച് കാണാം. ഈ ആർച്ച് വഴി കയറിയാണ് നമ്മൾ നേരത്തോട്ട് യാത്ര ചെയ്യുന്നത്. നല്ല മനോഹരമായ കാഴ്ചയാണ്. ഇവിടുന്ന് വലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പം തിരുവാതിക്കൽ കവലയായി. ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത്. ഇപ്പൊ ഇല്ലിക്കൽ പാലം എത്തി. ഇല്ലിക്കൽ പാലത്തിൽ നിന്ന് ഇടത്തോട്ടാണ് നമ്മൾ കുമരകം റോഡിലാണ് പോകേണ്ടത്. ഇല്ലിക്കൽ കവലയായി. ഇല്ലിക്കൽ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടുള്ള റോഡാണ്. കുമരകം പോകുന്ന റോഡ് പോകാതെ ഇടത്തോട്ടുള്ള റോഡാണ് പോകുന്നത്. ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ടാണ്, കാഞ്ഞിരംചെട്ടി റോഡിലേക്കാണ് പോകേണ്ടത്. മലരിക്കൽ കാഞ്ഞിരംചെട്ടി ഇതാണ്. അങ്ങനെ നമ്മൾ കോട്ടയം തിരുവാർപ്പിൽ മലരിക്കലെത്തി. മലരിക്കൽ ഇവിടെ വന്നപ്പോൾ മനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ നിറയെ ആമ്പൽപ്പൂ പാടങ്ങളും അതുപോലെ തന്നെ ഇപ്പം രാവിലെ സമയം 7 മണി ആയി പോലും ഇല്ല. അതിനു മുമ്പ് തന്നെ ഇവിടെ വളരെ ജനപ്രവാഹമാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ചെങ്ങളം. ഇത് കാണാനായിട്ട് വന്നാ ആദ്യമായിട്ട് വരുക. വള്ളത്തിലൊക്കെ ആൾക്കാർ പോകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ വള്ളക്കാർ ധാരാളമുണ്ട്. വള്ളത്തിൽ പോയി നമുക്ക് ആമ്പൽപ്പൂ പറിക്കാൻ സാധിക്കും. ഭയങ്കര മനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ ഭയങ്കര ജനമാണ്. ഇവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. ആളുകൾ രണ്ട് സൈഡിലും വന്ന് വണ്ടി പാർക്ക് ചെയ്ത് നല്ല തിരക്കാണ്. ഇവിടെ കൊട്ടവള്ളം മുറിയുണ്ട്. കൊട്ടവള്ളത്തിലും ഇവിടെ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമുക്കൊരു വള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പം ചേട്ടൻ്റെ പേരെന്നാ? ജസ്റ്റിൻ. അപ്പോൾ ജസ്റ്റിനായിട്ട് വള്ളത്തിലാണ് നമ്മൾ കയറി ഈ ആമ്പൽപ്പൂ കാണാനായിട്ട് പോകുന്നത്. വരുന്ന ആൾക്കാരെല്ലാം ആമ്പൽപ്പൂ പറിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആമ്പൽപ്പൂ പറിക്കുന്ന കാരണം ഇത് റോഡിലിട്ടിട്ട് പോവാണല്ലേ? കിട്ടുന്നില്ല. ധാരാളം ആൾക്കാരുണ്ട്.
ഒക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് പോകണം നമുക്ക് മുഴുവൻ പറിച്ച് പത്തനെ വഴി കൊണ്ടിട്ട് പോകുന്ന സിറ്റുവേഷനാണ്. ഒക്കെ പറിക്കാവുള്ളൂ കേട്ടോ, മുഴുവൻ പറിച്ചുകൊണ്ട് പോകരുത്. മനോഹരമായ കാഴ്ച. രാവിലെ 8 മണിക്ക് മുന്നേ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര വെളുപ്പിനെ ഞാനും ഇറങ്ങിയത്. ഇവിടെ 9 മണിയാകുമ്പോൾ തന്നെ ഇത് പാടും. 9 മണിയാകുമ്പോൾ പാടും അല്ലേ? പക്ഷേ 8 മണിയാകുമ്പോൾ പൂ കാണത്തില്ല. നിറഞ്ഞു പോകുന്നിരുന്നു. ഇത് പാടമാണ്. ഇപ്പോൾ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഒരാഴ്ച കാണത്തുള്ളൂ. ഒരാഴ്ച കാണത്തുള്ളൂ. രാവിലത്തെ തിരക്കേ ഉള്ളൂ അല്ലേ? രാവിലെ അല്ല, ഇതിപ്പം പൂ വന്നാൽ പിന്നെ ഫുൾ ടൈം തിരക്കുണ്ട്. ഫുൾ ടൈം തിരക്കാണ്. വാടി നിന്നാലും ആൾക്കാർ പോലെ കാഴ്ചകളല്ലേ. ഫോട്ടോഗ്രാഫേഴ്സ് ഒത്തിരി പേര് വരുന്നുണ്ട് വീഡിയോയും ഫോട്ടോസും എടുക്കാൻ. സിനിമക്കാരുൾപ്പെടെ ധാരാളം ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. അമ്പൽപ്പൂ കാണാനായിട്ട് അപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചേട്ടനിൽ ഇഷ്ടംപോലെ ആമ്പൽപ്പൂ ഉണ്ട്. ഹലോ, എവിടുന്നാ വരുന്നത്? തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് നീ കാഴ്ച കാണാനായിട്ട് വന്നതല്ലേ? പേരെങ്ങനെയായിരുന്നു? ഗോകുൽ. നോക്കാം, ഗോകുൽ ചേട്ടൻ ഇവിടെ തിരുവനന്തപുരത്ത് നിന്നാണ് ഇത്രയും ദൂരെ വന്നത്. ഓക്കെ, പരിചയപ്പെട്ട സന്തോഷം. ചേട്ടനും ട്രിവാൻഡ്രത്ത് തന്നെ? കൊല്ലം. കൊല്ലത്തും തിരുവനന്തപുരത്ത് നോക്കി ഇത്ര വെളുപ്പിനെ ഈ പൂ കാണാനായിട്ട് വന്നതാണ്. മനോഹരമായ കാഴ്ചയല്ലേ? ഇതിലാണ് നമ്മുടെ വാട്ടർ ലില്ലി അഥവാ ആമ്പൽപ്പൂ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരാഴ്ചയുടെ നമുക്കിവിടെ കാണത്തുള്ളൂ. ഇത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ആമ്പൽപ്പൂവിന്. ഇത് ധാരാളം ഈ പൂപ്പാടത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആളുകൾ ഇങ്ങനെ ഇറങ്ങി നടന്നു പോകുന്നുണ്ട്, വെള്ളത്തെ പോയി എടുക്കുന്നുണ്ട്.
പ്രഭാതത്തിൽ കോട്ടയത്ത് വന്നിട്ട് ആമ്പൽപ്പൂപ്പാടത്തിലാണ്. ആമ്പൽപ്പൂപ്പാടത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ കാഴ്ചയാണ്, നിങ്ങളിത് മിസ് ചെയ്യരുത്. ഇതുവരെ നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ വരിക. ഇനി അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇവരിവിടെ കൃഷി ഇറക്കും. അപ്പം ഈ ആമ്പൽപ്പൂ തീർന്നു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളിവിടെ വരിക. അപ്പം മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാവുന്നത്. ധാരാളം ആൾക്കാർ, അതുപോലെ സിനിമാ ഫീൽഡിലുള്ളവരും ഒരുപാട് പേര് ഫോട്ടോഷൂട്ടിന് മണിക്കൂറുകൾ ഇതിൻ്റെ അകത്ത് വന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ മുമ്പേ നമ്മൾ കണ്ടല്ലോ, തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ അനേകർ രാവിലെ തന്നെ ഏകദേശം 6 മണി മുതൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. നിങ്ങളും ഈ ആമ്പൽപ്പൂവൊക്കെ ആൾക്കാർ പറിച്ചു പോയി കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ വന്ന് കാണുക. കോട്ടയത്താണ്. സ്ഥലങ്ങൾ ഡീറ്റെയിൽസ് ഇടാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വഴിയായിട്ട് തന്നെ വരിക. നാട്ടകത്തു നിങ്ങൾക്ക് തിരിഞ്ഞു വരാം. കുമരകം പോകുന്ന വഴിയാണ്. കുമരകം പോകുന്ന വഴി തിരുവാർപ്പ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവെക്കുക. നിങ്ങളുടെ ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ കൂട്ടി വന്ന് ഈ കാഴ്ചകൾ കാണുക.